എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ആനക്കേരളത്തിൻ്റെ അടുത്തൊരു അധ്യായത്തിൽ നമ്മളുള്ളത് പട്ടാമ്പിയിലാണ്. പട്ടാമ്പി 109ാമത് നേർച്ച നടക്കുകയാണ്. അതിനോടനുബന്ധിച്ച് അറിയാൻ കഴിഞ്ഞത് ഏകദേശം ഒരു 69ഓളം ആനകൾ, 65ഓളം ആനകൾ വരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പരിപാടി നമ്മൾ എപ്പിസോഡ് 2 ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് പകൽപ്പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഇതിനെല്ലാം കൂടെ ഈ പട്ടാമ്പി നഗരത്തിലൂടെ നടത്തിക്കുന്നുണ്ട്. വളരെ നല്ല കാഴ്ചയാണ്. നെറ്റിപ്പട്ടമൊന്നുമില്ലാതെ ആനകളെ ആനയിച്ച് കൊണ്ടുവരുന്ന ഒരു ചടങ്ങാണ് ഈ പകൽ നടക്കുന്നത്. ഏകദേശം ഒരു 2-2:30 വരെ അത് നടക്കുമായിരിക്കാം, കൂടുതലായിട്ട് അറിയത്തില്ല. ഫീൽഡിലോട്ട് ഇറങ്ങിയാലേ അറിയത്തുള്ളൂ. വന്നു, റൂം എടുത്തു, ഇറങ്ങാനായിട്ട് പോവാണ് ഫ്രഷായി. അപ്പോൾ രാവിലത്തെ പകൽപ്പൂരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം 65 ആനകൾ ഇങ്ങനെ വരുവാണ് ബസ് സ്റ്റാൻഡിലേക്ക്. പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ രാത്രി 9 മണിക്കാണ് ഇവരെല്ലാം കൂടി ഒരുമിച്ചിരിക്കുന്നത്. അത് അടുത്തൊരു എപ്പിസോഡായിട്ട് നമുക്ക് കാണാം. ആദ്യത്തെ എപ്പിസോഡ് പട്ടാമ്പി 109ാമത്തെ നേർച്ചയുടെ പകൽ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെർപ്പളശ്ശേരി അനന്തപത്മനാഭൻ, നമ്മുടെ ചിറക്കര ശ്രീരാം, മേക്കാടൻസ് ആണ് ഇവിടെ നമ്മുടെ ചെറുപ്പളശ്ശേരി അനന്തപത്മനാഭനെയും അതുപോലെ തന്നെ നമ്മുടെ ചിറക്കര ശ്രീരാമനെയും കൊണ്ടുവന്നിട്ടുള്ളത്. ചെറുപ്പളശ്ശേരി ശേഖരൻ. അതല്ലാന്നത് നമ്മള് അവിടെ ചെറിയ പരിപാടി കൊടുക്കടി കൊടുക്കുന്ന കൊടുത്തോ ചെല്ലേ കൊടുത്തോ കൊടുക്ക്. ഇവിടെ ഭയങ്കര വൈബ് സ്ഥലമാണ് കേട്ടോ, ഭാരതപ്പുഴ. അപ്പോൾ ഇവിടെ ആന അവിടെ നിന്ന് കൊണ്ടുപോകുന്നു തള്ളത്ത് നിർത്താൻ വേണ്ടിയിട്ട്. നമുക്കതുപോലെ തന്നെ ഒരാനയും കൂടെ കാണാനുണ്ട് ഇവിടെ.
ചിറക്കാട്ട് അയ്യപ്പൻ. ടീം ചാവേറ്റുപടയുടെയാണ് അയ്യപ്പനും അതുപോലെ തന്നെ ശേഖരനും. അപ്പോൾ പട്ടാമ്പി നേർച്ചയുടെ പകൽ കാഴ്ചകൾ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയത് തന്നെ 11 മണിയായി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നല്ല വെയിലായിട്ട് ആനകളെല്ലാം എല്ലാവരും തങ്ങളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ തിരിച്ചു വന്നിട്ട് ഇനി രാത്രിയിലത്തെ വൈകിട്ട് 4 മണി തൊട്ട് പൂരം അല്ലെങ്കിൽ നേർച്ച പ്രോഗ്രാമുകൾ തീരുന്നത് വരെ ഉള്ള ഒരു എപ്പിസോഡായിട്ടാണ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ പോയിട്ട് ഏകദേശം ഒരു 4 ആനയെ കണ്ടുള്ളൂ. അതിലൊരു എൻ്റെ നാട്ടുകാരനുണ്ടായിരുന്നു, ചിറക്കര ശ്രീരാമ, നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ആനയാണ്.
അപ്പോൾ 4 ആനകളെയാണ് നമ്മൾ കണ്ടത്. അതിനെയൊക്കെ അവർ വെള്ളം കൊടുക്കുകയും കുളിപ്പിക്കുകയും അല്ലെങ്കിൽ പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒരു എപ്പിസോഡായിട്ട് എടുത്തതിൻ്റെ പേരാണ് ഇത് ഇട്ടത്, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ ഇടത്തില്ലായിരുന്നു. പക്ഷേ സ്റ്റേ ട്യൂൺ, നാളെ വൈകിട്ട് 7 മണിക്ക് നമ്മുടെ ചാനൽ നമ്മുടെ പട്ടാമ്പി നേർച്ചയുടെ ഫുൾ വീഡിയോ 4 മണി തൊട്ടുള്ള ഫുൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. സ്റ്റേ ട്യൂൺ. അപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.